2020 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം വുമൺ ഇൻ സയൻസ്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ റെസ്റ്റോറന്റ് ഓൺ വീൽസ് നിലവിൽ വന്ന സ്റ്റേഷൻ അസൻസ്റ്റോൾ സ്റ്റേഷൻ. ഇന്ത്യയിൽ ഏറ്റവും അധികം ഭാഷകളിൽ ചിത്ര സംയോജനം നടത്തിയ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വ്യക്തി ശ്രീകർ പ്രസാദ്. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന റിസർവ് ബാങ്കിന്റെ ഓംബുഡ്സ്മാനായി നിയമനായത് ജി രമേശ്. ഇന്ത്യയിൽ ആദ്യത്തെ ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വിമുക്ത വിമാനത്താവളം ഡൽഹി വിമാനത്താവളം. ഇന്ത്യയിൽ ഏകീകൃത വാഹന രജിസ്ട്രേഷൻ കാർഡ് പുറത്തിറക്കുന്ന ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. 2020 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച റഷ്യൻ ടെന്നീസ് താരം മരിയ ഷറപ്പോവ. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി ലൈഫ് മിഷൻ. നബാർഡിൻ്റെ പുതിയ ചെയർമാൻ ചിന്താല ഗോവിന്ദരാജലു. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ഉയരം കൂടിയ പിയർ ബ്രിഡ്ജ് നിലവിൽ വരുന്ന സംസ്ഥാനം മണിപ്പൂർ. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. ലോകാരോഗ്യ സംഘടന ഇന്റർനാഷണൽ ഇയർ ഓഫ് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ് വർഷമായി ആചരിക്കുന്ന വർഷം 2020. ഇന്ത്യയിൽ പുതിയ 6 ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാൻ ധാരണയിലെത്തിയ അമേരിക്കൻ കമ്പനി വെസ്റ്റിംഗ് ഹൗസ്. ഔഷധ മാലിന്യങ്ങളുടെ സംഭരണത്തിനും സംസ്കരിക്കുന്നതിനുമുള്ള കേരള സർക്കാരിൻ്റെ പുതിയ പദ്ധതി പ്രൗഡ്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭ അംഗീകാരം നൽകിയ സറോഗസി ബിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാടക ഗർഭപാത്രം. കാഴ്ചപരിമിതമായ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി SCERT ആരംഭിച്ച പദ്ധതി ശ്രുതി പാഠം. പൊതു സ്വകാര്യ ഇടങ്ങളിൽ പീഡനത്തിന് ഇരയാക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും പരിഹാരവും നൽകാൻ വനിതാ ശിശുക്ഷേമ വകുപ്പ് ആരംഭിച്ച കേന്ദ്രം സഖി വൺ സ്റ്റോപ്പ് സെന്റർ. നമസ്തേ ട്രംപ് പരിപാടിയുടെ വേദി അഹമ്മദാബാദ്. ഇന്ത്യയിൽ ആദ്യമായി ക്ഷയരോഗബാധിത കണ്ടെത്തുന്നതിനുള്ള ലാറ്റന്റ് TB ഡിറ്റക്റ്റിംഗ് മാനേജ്മെന്റ് പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. ഇപ്പോഴത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ചന്ദ്രശേഖര കമ്പാർ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ ഹിന്ദി. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ക്ലാസ് റൂം ലൈബ്രറി ജില്ല തിരുവനന്തപുരം. ഇന്ത്യ സന്ദർശിക്കുന്ന എത്രാമത് US പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്? 7ാമത്തെ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 3 ഫോർമാറ്റിലും 100 മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ താരം റോസ് ടെയ്ലർ. ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ നിർമ്മിത ബുദ്ധിയുള്ള ചാറ്റ് ബോട്ട് ആസ്ക് ദിശ. ഇന്ത്യയിൽ ഫിറ്റ്നസ് ചലഞ്ച് ഏർപ്പെടുത്തിയ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ആനന്ദ് വിഹാർ സ്റ്റേഷൻ ഡൽഹി. ഇന്ത്യയിൽ നിർമ്മിച്ച ആണവ ശേഷി വഹിക്കാൻ ശേഷിയുള്ള ആദ്യത്തെ മുങ്ങിക്കപ്പൽ INS അരിഹന്ത്. പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഭുവനേശ്വർ ഒഡീഷ. ഇന്ത്യൻ കരസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് തൽസേന ഭവൻ. 2020 ഫെഡറേഷൻ കപ്പ് വോളിബോളിൽ വനിതാ വിഭാഗം കിരീടം നേടിയ ടീം കേരളം. 2020 കടമനിട്ട പുരസ്കാരം ലഭിച്ചതാർക്ക്? KG ശങ്കരപിള്ള. ഇന്ത്യയിൽ ആദ്യ ഫ്രൂട്ട് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്ത് എവിടെ നിന്ന്? ആന്ധ്രാപ്രദേശ്. ഐക്യരാഷ്ട്രസഭയുടെ പുതിയ സുസ്ഥിര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 77. ഇന്ത്യയിൽ പ്രാദേശിക ഭാഷയ്ക്കുള്ള ആദ്യത്തെ ഇന്റർനെറ്റ് റേഡിയോ മലയാളം. 2020-21 ബഡ്ജറ്റ് പ്രകാരം ഏറ്റവും ഉയർന്ന നികുതി സ്ലാബ് 28%. ഇപ്പോഴത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹ ഓർ YK സിൻഹ. ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹ. പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആദിർ രഞ്ജൻ ചൗധരി. ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ സഞ്ജയ് കോത്താരി. 2020 പൂന്താനം ജ്ഞാനപാന പുരസ്കാര ജേതാവ് പ്രഭാ വർമ്മ. ഇന്ത്യയിൽ ആദ്യത്തെ അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസ് കേന്ദ്രം നിലവിലുന്ന ഇവിടെ മലപ്പുറം. ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. കമ്പള മത്സരങ്ങൾ നടക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? കർണാടക. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷൻ പദ്ധതി ചങ്ങാതി. 2019 യുനെസ്കോ കലിംഗ പ്രൈസ് ലഭിച്ചതാർക്ക്? കാൾ ക്രുസെൽ നിക്കി. ന്യൂഡൽഹിയിലെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേര് സുഷമ സ്വരാജ് ഭവൻ. ഇൻസ്റ്റാഗ്രാമിൽ 5 കോടി പേർ പിന്തുടർന്ന ആദ്യ ഇന്ത്യക്കാരൻ വിരാട് കോഹ്ലി. 1ാം സ്ഥാനം ക്രിസ്ത്യാനോ റൊണാൾഡോ. 2020 ടോക്കിയോ ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം എന്ത്? യുണൈറ്റഡ് ബൈ ഇമോഷൻ. കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോർഡ് സ്പോർട്സ് അവാർഡ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ സച്ചിൻ ടെണ്ടുൽക്കർ. 2019 മികച്ച കായിക താരത്തിനുള്ള ലോറിസ് അവാർഡ് ലഭിച്ചത് ആർക്കൊക്കെ? ലൂയിസ് ഹാമിൽട്ടൺ, ലയണൽ മെസ്സി. 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ഇ-ക്യൂബ്. എനർജി ന്യൂട്രൽ സ്റ്റേഷനിലുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സോൺ സൗത്ത് സെൻട്രൽ റെയിൽവേ. സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ 2 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച ക്ലബ്ബ് മാഞ്ചസ്റ്റർ സിറ്റി. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാൻപ്രീത് സിംഗ്. ഒട്ടകങ്ങൾക്കായി ലോകത്തിലെ ഏറ്റവും വലിയ ആശുപത്രി നിലവിൽ വരുന്നത് സൗദി അറേബ്യ. എയർ ഇന്ത്യയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായത് രാജീവ് ബൻസാൽ. കുട്ടികളുടെ സാമൂഹിക മികവ് ഉയർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനുമായി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി സഹിതം.
ചൈനയിൽ നിന്ന് വ്യാപിച്ച കൊറോണ വൈറസ് നൽകിയ പേര് COVID-19. പ്രവാസിയായി കണക്കാക്കാൻ ചുരുങ്ങിയത് എത്ര ദിവസം വിദേശത്ത് താമസിക്കണമെന്നാണ് കേന്ദ്ര ബജറ്റിൽ പ്രതിപാദിക്കുന്നത്? 240 ദിവസം. 2020 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗ് കിരീടം നേടിയ ടീം ഗോകുലം FC. പേസ്മേക്കർ കൊണ്ട് ജീവിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നായ കുഷി. കടൽ കായൽ ടൂറിസത്തിൻ്റെ വികസനത്തിന് ഏത് സംസ്ഥാനമാണ് കേരളവുമായി ധാരണാപത്രം ഒപ്പുവെച്ചത്? ഒഡീഷ. ഡൽഹിയിൽ വീണ്ടും അധികാരത്തിൽ വന്ന രാഷ്ട്രീയ പാർട്ടി ആം ആദ്മി പാർട്ടി. 2020 ദേശീയ സാഹിത്യ കൗൺസിലിൻ്റെ വേദി ഗുൽമാർഗ്. ഈ ഗവർണൻസ് വിഭാഗത്തിൽ ദേശീയ തലത്തിൽ ഒന്നാമതെത്തിയത് ഏത് സംസ്ഥാനത്തിൻ്റെ പോർട്ടലാണ്? കേരളം. ഈ വർഷത്തെ ലോക റേഡിയോ ദിനത്തിൻ്റെ മുദ്രാവാക്യം റേഡിയോ ആൻഡ് ഡൈവേഴ്സിറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം സർദാർ വല്ലഭായ് സ്റ്റേഡിയം, ഗുജറാത്ത്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഉദ്യോഗസ്ഥർ തൊഴിൽ ദിനങ്ങൾ 5 ദിനമായി ചുരുക്കിയത്? മഹാരാഷ്ട്ര. ISROയുടെ വാണിജ്യപരമായ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായി ആരംഭിച്ച NSIL എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ G. നാരായണൻ. പഹ്ലെ സേഫ്റ്റി എന്നത് ഏത് കമ്പനിയുടെ ഇന്റർനെറ്റ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ മോട്ടോയാണ്? ഗൂഗിൾ. ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. ദേശീയ സീനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം ഹരിയാന. മലയാള സർവകലാശാലയുടെ ആദ്യ ഡീലിറ്റ് പദവി ലഭിച്ചത് ആർക്ക്? അക്കിത്തം. ഇന്ത്യയിൽ ആദ്യ ഗ്ലാസ് കൊണ്ടുള്ള സസ്പെൻഷൻ പാലം നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. മലയാള സർവകലാശാലയുടെ ആദ്യ ഇമെരിറ്റസ് പ്രൊഫസർ പദവി ലഭിച്ചത് MT വാസുദേവൻ നായർ. മികച്ച ചിത്രത്തിനുള്ള 92ാമത് ഓസ്കർ അവാർഡ് കരസ്ഥമാക്കിയത് പാരസൈറ്റ്. മികച്ച നടിക്കുള്ള 92ാമത് ഓസ്കർ റെനി സെൽവഗർ. ഇന്ത്യയിൽ പുതിയതായി നിലവന്ന് വരുന്ന തുറമുഖമായ വാദാവാൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്ര. 2020 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയതാര്? ബംഗ്ലാദേശ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് മിസ്റ്റിക് കലിംഗ ഫെസ്റ്റിവൽ നടക്കുന്നത്? ഒഡീഷ. അമേരിക്ക രൂപീകരിച്ച അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ സഖ്യത്തിൽ എത്ര രാജ്യങ്ങളാണുള്ളത്? 27. 2020 ഏറ്റവും മികച്ച നടനുള്ള ഓസ്കാർ ലഭിച്ചത് ജോവാക്കിൻ ഫിനിക്സ്. 2020 വർഷത്തെ കേരള സർക്കാരിൻ്റെ ബജറ്റിൻ്റെ കവർ ചിത്രം ഗാന്ധിയുടെ മരണം. ലോകത്തിലെ ആദ്യത്തെ ബുള്ളറ്റ് പ്രൂഫ് ഹെൽമറ്റ് നിർമ്മിച്ച ഇന്ത്യൻ സൈനികൻ മേജർ അനൂപ് മിശ്ര. വൈദ്യുതി അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള സർക്കാർ പദ്ധതി സേഫ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനം നൽകുന്ന കേരള സർക്കാർ പദ്ധതി സമന്വയ പദ്ധതി. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസവും ക്ഷേമവും ലക്ഷ്യമാക്കിയുള്ള കേരള സർക്കാർ പദ്ധതി കൈവല്യ പദ്ധതി. മലയാളത്തിൽ ആദ്യമായി പത്രങ്ങളുടെ ഓഡിയോ പതിപ്പ് പുറത്തിറക്കിയത് കേരള കൗമുദി. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. S-400 മിസൈലുകൾ ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ വാങ്ങുന്നത്? റഷ്യ. സർക്കാർ ജീവനക്കാർക്കിടയിൽ ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ജിംസ്. എത്രാമത് മാരാമൺ കൺവെൻഷനാണ് 2020 നടക്കുന്നത്? 125. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ശാക്തീകരണത്തിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി അനുയാത്ര. ഭാരോദ്വഹനത്തിൽ 49 കിലോഗ്രാം ദേശീയ റെക്കോർഡ് നേടിയ താരം മീര ഫായ് ചാനു. 2019 ലോക ഗെയിംസ് അത്ലറ്റിക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടുന്ന ഹോക്കി താരം റാണി റാംപാൽ. കാർഷിക വിളകൾ നശിപ്പിക്കുന്ന വെട്ടുക്കിളി ശല്യം കാരണം 2020 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം പാകിസ്ഥാൻ. കേരളത്തിൽ രണ്ടാമതായി കൊറോണ സ്ഥിരീകരിച്ച ജില്ല ആലപ്പുഴ. 2020 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ഓസ്ട്രേലിയ. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. പെട്ടെന്ന് കേടുവരുന്ന ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിൽ വിപണിയിൽ എത്തിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി കിസാൻ റെയിൽവേ. കൊറോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം കിരീടം. മികച്ച സിനിമയ്ക്കുള്ള 73ാമത് ബാഫ്ത പുരസ്കാരം നേടിയത് 1917. 1917. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച്. മുൻ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ് നായകനാകുന്ന ആദ്യ സിനിമ ഫ്രണ്ട്ഷിപ്പ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് നരീന്ദർ ബത്ര. ഇന്ത്യ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിൻ്റെ എത്രാമത് വാർഷികമാണ് 2020 ടോക്കിയോ ഒളിമ്പിക്സ്? 100ാമത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് നരീന്ദർ ബത്ര. ഇന്ത്യ ഒളിമ്പിക്സ് പങ്കെടുക്കുന്ന എത്രാമത് വർഷം? 2020 ടോക്കിയോ ഒളിമ്പിക്സ്. 100. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യരുമായി സംസാരിക്കാൻ ഗൂഗിൾ അവതരിപ്പിച്ച വെർച്വൽ അസിസ്റ്റന്റ് മീന. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം കിരീടം നേടിയത് സോഫിയ കെനി. 36ാമത് ഗോവ ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം റുബി ഗുല. ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചത് ആര്? നിർമ്മല സീതാരാമൻ. ഇറാഖിൻ്റെ പുതിയ പ്രധാനമന്ത്രി മുസ്തഫ അൽ കാദിമി. ഇന്ത്യയിലെ 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? NK സിംഗ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളി നാണയം എത്ര രൂപയുടേതാണ്? 250.
IBMന്റെ പുതിയ CEO അരവിന്ദ് കൃഷ്ണ. നിലവിൽ ഇന്ത്യയിൽ ആദ്യത്തെ സ്പേസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? തിരുവനന്തപുരം. 2020 ഇൻഡോർ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ഓസ്ട്രേലിയ. ഏത് കമ്പനിയുമായി ചേർന്നാണ് കാതിബോർഡ് പുതിയ വാച്ച് പുറത്തിറക്കിയത്? ടൈറ്റാൻ. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ റെസ്റ്റോറൻറ്റ് ഓൺ വീൽസ് നിലവിൽ വന്ന സ്റ്റേഷൻ അസൻസോൾ സ്റ്റേഷൻ. ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചത് ആര്? നിർമ്മല സീതാരാമൻ. പക്ഷെ വലുപ്പത്തിൽ വലിയ ബജറ്റ് 1991 മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ബജറ്റാണ്. 18,650 വാക്കുകളുണ്ടായിരുന്നു. 2020 നിർമ്മല സീതാരാമൻ ബജറ്റ് 2 മണിക്കൂർ 38 മിനിറ്റ് എടുത്ത്. സ്വന്തം ഇന്ത്യയിൽ ആദ്യത്തെ വെള്ളി നാണയം എത്ര രൂപയുടേതാണ്? 250. ഇന്ത്യയിൽ ആദ്യത്തെ സ്പേസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? തിരുവനന്തപുരം. പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആദിർ രഞ്ജൻ ചൗധരി. ഈ കമ്മിറ്റിയിൽ 22 അംഗങ്ങളുണ്ട്. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം കിരീടം നേടിയതാര്? സോഫിയ കെനിൻ. ഏത് കമ്പനിയുമായി ചേർന്നാണ് കാതിബോർഡ് പുതിയ വാച്ച് പുറത്തിറക്കിയത്? ടൈറ്റാൻ. ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. 1952 ഫെബ്രുവരി 21 ബംഗ്ലാദേശ് ഭാഷാ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രതിഷേധ സമരത്തിൽ പോലീസ് വെടിവെപ്പ് കൊല്ലപ്പെട്ടവരുടെ സ്മരണയ്ക്കാണ് ഭാഷാ പ്രസ്ഥാന ദിനം ആചരിക്കുന്നത്. 2020 ഇൻഡോർ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ഓസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ കൻഹാ ശാന്തിവനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? എവിടെ? ഹൈദരാബാദ്. ഹാർട്ട്ഫുൾ ഇൻസ്റ്റിറ്റ്യൂട്ടും ശ്രീരാം ചന്ദ്ര മിഷനും ആഗോള ആസ്ഥാനത്തിന് സമീപമാണ് ധ്യാന കേന്ദ്രം. IBMന്റെ പുതിയ CEO അരവിന്ദ് കൃഷ്ണ. IBMന്റെ ഫുൾ ഫോം ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻസ്. ഇനി ഗൂഗിളിൻ്റെ CEO സുന്ദർ പിച്ചൈ, നോക്കിയോ CEO രാജീവ് സുരി, മാസ്റ്റർ കാർഡ് CEO അജയ് ബംഗ, മൈക്രോസോഫ്റ്റ് CEO സത്യനാഥല്ല. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യരുമായി സംസാരിക്കാൻ ഗൂഗിൾ അവതരിപ്പിച്ച വെർച്വൽ അസിസ്റ്റന്റ് മീന. ആപ്പിളിൻ്റെത് സിരി, ആമസോൺ അലക്സ, മൈക്രോസോഫ്റ്റ് കോർട്ടാന. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് നരേന്ദ്ര ബത്ര. കൊറോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം കിരീടം. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയതാര്? നൊവാക് ജോക്കോവിച്ച്. ഇന്ത്യ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിൻ്റെ എത്രാമത് വർഷമാണ് 2020 ടോക്കിയോ ഒളിമ്പിക്സ്? 100. മുൻ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ് നായകനാകുന്ന ആദ്യ സിനിമ ഫ്രണ്ട്ഷിപ്പ്. ജോൺ പോൾ രാജ് ശ്യാം സൂര്യ സംവിധാനം. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ഇന്ത്യയിലെ 15 ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ്. 2020 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ഓസ്ട്രേലിയ. പെട്ടെന്ന് കേടുവരുന്ന ഉൽപ്പന്നങ്ങളെ എളുപ്പത്തിൽ വിപണി എത്തിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി കിസാൻ റെയിൽവേ. നിങ്ങളെ എളുപ്പത്തിൽ വിപണിയിൽ എത്തിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി കിസാൻ റെയിൽവേ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യരുമായി സംസാരിക്കാൻ ഗൂഗിൾ അവതരിപ്പിച്ച വെർച്വൽ അസിസ്റ്റന്റ് മീന. രണ്ടായിരത്തി 20 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച്. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് നരേന്ദർ ബത്ര.
മുൻ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ് നായകനാകുന്ന ആദ്യ സിനിമ ഫ്രണ്ട്ഷിപ്പ്. 2020 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ഓസ്ട്രേലിയ. ഇന്ത്യയിലെ 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ്. പെട്ടെന്ന് കേടുവരുന്ന ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിൽ വിപണിയിലെത്തിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി കിസാൻ റെയിൽവേ. കൊറോണ എന്ന ലാറ്റിൻ പദം അർത്ഥം കിരീടം. ഇന്ത്യ ഒളിമ്പിക്സ് പങ്കെടുക്കുന്നതിൻ്റെ എത്രാമത് വാർഷികമാണ് 2020 ടോക്കിയോ ഒളിമ്പിക്സ് 100. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ശാക്തീകരണത്തിലുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി അനുയാത്ര. ഭാരോദ്വഹനത്തിൽ 49 കിലോഗ്രാം ഭാഗത്ത് ദേശീയ റെക്കോർഡ് മീര ഫായിച്ചാനും 203 കിലോഗ്രാം ഉയർത്തി. S-400 മിസൈലുകൾ ഏത് രാജ്യത്തു ഇന്ത്യ വാങ്ങുന്നത്? റഷ്യ. മലയാളത്തിൽ ആദ്യമായി പത്രങ്ങളുടെ ഓഡിയോ പതിപ്പ് പുറത്തിറക്കിയത് കേരള കൗമുദി. കാർഷികവളം നശിപ്പിക്കുന്ന വെട്ടുകിളി ശല്യം കാരണം 2020 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം പാകിസ്ഥാൻ. 2019 ലോക ഗെയിംസ് അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഹോക്കി താരം റാണി റാംപാൽ. സർക്കാർ ജീവനക്കാർക്കിടയിൽ ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ജിംസ്. എത്രാമത് മാരാമൺ കൺവെൻഷനാണ് 2020 നടക്കുന്നത്? 125. ജിംസ് ഗവൺമെൻറ് ഇൻസ്റ്റൻറ്റ് മെസ്സേജിംഗ് സിസ്റ്റം. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ കൺവെൻഷനാണ് മാരാമൺ. ഏകദിന ക്രിക്കറ്റ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. 2020 വർഷത്തെ കേരള സർക്കാരിൻ്റെ ബജറ്റ് ചിത്രം ഗാന്ധിയുടെ മരണം. ടോം ജെ വട്ടക്കുഴിയാണ് വരച്ചത്. ഇന്ത്യയിൽ ആദ്യ ഗ്ലാസ് കൊണ്ടുള്ള സസ്പെൻഷൻ പാലം നിലവിൽ വരുന്ന ഉത്തരാഖണ്ഡ്. ലോകത്തിലെ ആദ്യത്തെ ബുള്ളറ്റ് പ്രൂഫ് ഹെൽമെറ്റ് നിർമ്മിച്ച ഇന്ത്യൻ സൈനികൻ മേജർ അനൂപ് മിശ്ര. ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ ഗംഗാനദിക്ക് കുറുകെ 1923 സ്ഥാപിച്ച ലക്ഷ്മൺ ജൂല എന്ന തൂക്കുപാലത്തിന് പകരമാണ് ഗ്ലാസ് സസ്പെൻഷൻ പാലം വരുന്നത്. അമേരിക്ക രൂപീകരിച്ച അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ സഖ്യത്തിൽ എത്ര രാജ്യങ്ങൾ? 27. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മിസ്റ്റിക് കലിംഗ ഫെസ്റ്റിവൽ നടക്കുന്നത്? ഒഡീഷ. 2020 ഏറ്റവും മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചതാർക്ക്? ജോഅക്കിൻ ഫീനിക്സ്. വൈദ്യുതി അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള സർക്കാർ പദ്ധതി ഇ-സേഫ്. ഈ വർഷത്തെ ബാഫ്റ്റ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ നേടിയത് ജോഅക്കിൻ ഫീനിക്സ് തന്നെയാണ്. 2020 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ബംഗ്ലാദേശ്. ഇന്ത്യയെ തോൽപ്പിച്ചു. മലയാള സർവകലാശാലയുടെ ആദ്യ ഡീലിറ്റ് പദവി ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2020 അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് വേദി ദക്ഷിണാഫ്രിക്ക. മലയാള സർവകലാശാലയുടെ ആദ്യ ഇമെരിറ്റസ് പ്രൊഫസർ പദവി ലഭിക്കുന്നത് MD വാസുദേവൻ നായർ. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസവും ക്ഷേമവും ലക്ഷ്യമാക്കിയുള്ള കേരള സർക്കാർ പദ്ധതി കൈവല്യ പദ്ധതി. മികച്ച നടിക്കുള്ള 92ാമത് ഓസ്കാർ അവാർഡ് നേടിയത് റെനി സെൽവഗർ. പെഹലെ സേഫ്റ്റി എന്നത് ഏത് കമ്പനിയുമായി ബന്ധപ്പെട്ട ഇൻ്റർനെറ്റ് സുരക്ഷാ വാക്യമാണ്? ഗൂഗിൾ. ഡൽഹിയിൽ വീണ്ടും അധികാരത്തിൽ വന്ന രാഷ്ട്രീയ പാർട്ടി ആം ആദ്മി പാർട്ടി. അരവിന്ദ് കെജ്രിവാളാണ് നിയുക്ത മുഖ്യമന്ത്രി. 2020 ദേശീയ സാഹിത്യ ഗെയിംസിൻ്റെ വേദി ഗുൽമാർഗ്. ISROയുടെ വാണിജ്യപരമായ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ആരംഭിച്ച NSIL എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ G നാരായണൻ. ഗവേണൻസ് ദേശീയ തലത്തിൽ ഒന്നാമത്തെ സംസ്ഥാനത്തിൻ്റെ പോർട്ടലാണ് കേരളം.
നാഷണൽ ഇ ഗവേണൻസ് സർവീസ് ഡെലിവറി അസസ്മെൻ്റ് ആണ് സർവേ നടത്തിയത്. മികച്ച ചിത്രത്തിനുള്ള 92ാമത് ഓസ്കാർ അവാർഡ് നേടിയത്. പാരസൈറ്റ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ ദിനങ്ങൾ 5 ദിനമായി ചുരുക്കിയത്? മഹാരാഷ്ട്ര. ദേശീയ സീനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം? ഹരിയാന. ഈ വർഷത്തെ ലോക റേഡിയോ ദിനത്തിൻ്റെ മുദ്രാവാക്യം റേഡിയോ ആൻഡ് ഡൈവേഴ്സിറ്റി. ഫെബ്രുവരി 13. കുട്ടികളുടെ സാമൂഹിക മികവ് ഉയർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനുമായി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി സഹിതം. പ്രവാസിയായി കണക്കാക്കാൻ ചുരുങ്ങി എത്ര ദിവസം വിദേശത്ത് താമസിക്കണമെന്നാണ് കേന്ദ്ര ബജറ്റ് പ്രതിപാദിക്കുന്നത്? 240. 2020 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗ് കിരീടം നേടിയ ടീം? ഗോകുലം FC. ചൈനയിൽ നിന്ന് വ്യാപിച്ച കൊറോണ വൈറസിന് ലോകാരോഗ്യ സംഘടന നൽകിയ പേര് COVID-19. ഒട്ടകങ്ങൾക്കായി ലോകത്തിലെ ഏറ്റവും വലിയ ആശുപത്രി നിലവിലുന്നത് സൗദി അറേബ്യ. എയർ ഇന്ത്യയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായത്? രാജീവ് ബൻസാൽ. പേസ് മേക്കർ കൊണ്ടുപോയിരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ നായ കുഷി. നോർമൽ ഡോഗ് ഹാർട്ട് ബീറ്റ് 60-120. ദേശീയ സീനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പ്? ഹരിയാന. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ മികച്ച പുരുഷ താരം? മൻപ്രീത് സിംഗ്. സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ 2 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച ക്ലബ്ബ്? മാഞ്ചസ്റ്റർ സിറ്റി. കടൽ കായൽ ടൂറിസത്തിന്റെ വികസനത്തിനായി ഏത് സംസ്ഥാനമാണ് കേരളവുമായി ധാരണാപത്രം ഒപ്പുവെച്ചത്? ഒഡീഷ. ഒഡീഷ വിനോദസഞ്ചാര വകുപ്പ് കേരള ഷിപ്പിംഗ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനുമായി കേസിംഗ് ആയിട്ടാണ് പരിപാടി നടപ്പിലാക്കുന്നത്. 2020 പൂന്താനം ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ്? പ്രഭാവർമ്മ. ശ്യാമമാധവം എന്ന കൃതിക്ക് അദ്ദേഹത്തിൻ്റെ. എനർജി ന്യൂട്രൽ സ്റ്റേഷനുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സോൺ? സൗത്ത് സെൻട്രൽ റെയിൽവേ. ന്യൂഡൽഹിയിലെ പ്രവാസി ഭാരതി കേന്ദ്രത്തിൻ്റെ പുതിയ പേര്? സുഷമ സ്വരാജ് ഭവൻ. 2019 യുനെസ്കോ കലിംഗ പ്രൈസ് ലഭിച്ചത് ആർക്ക്? കാൾ ക്രൂസൽനിക്കി. കായിക രംഗത്ത് ഓസ്കർ എന്നറിയപ്പെടുന്ന ലോ സ്പോർട്സ് അവാർഡ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ? സച്ചിൻ ടെണ്ടുൽക്കർ. സാധാരണക്കാരായ ശാസ്ത്ര പ്രചരണം നടത്തുന്നവർക്ക് നൽകുന്ന യുനെസ്കോ നൽകുന്ന അവാർഡാണ് കലിംഗ പ്രൈസ്. ഒഡീഷയുടെ മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര നേതാവും കലിംഗ ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ സ്ഥാപക പ്രസിഡന്റുമായിരുന്ന ബിജു പട്നായിക്ക് 1952 നൽകിയ സംഭാവന ഉപയോഗിച്ചാണ് ഇത് തുടങ്ങിയത്. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷൻ പദ്ധതി? ചങ്ങാതി. 2019 മികച്ച കായിക താരത്തിന് ലോറസ് അവാർഡ് ലഭിച്ചത് ലൂയിസ് ഹാമിൽട്ടൺ ആൻഡ് ലയണൽ മെസ്സി. LL. കേരളത്തിൽ തൊഴിലെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുള്ള സൗജന്യ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് ആവാസ് പദ്ധതി. ദേശീയ സീനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം? ഹരിയാന. 2020 ടോക്കിയോ ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം? യുണൈറ്റഡ് ബൈ ഇമോഷൻ. കമ്പള മത്സരം നടക്കുന്നത് കർണാടക. ഒരു കാളയോട്ട മത്സരമാണ്. 1 മുതൽ 8 വരെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി EQ. 2020 കടമനേട്ട പുരസ്കാരം ലഭിച്ചത് ആർക്ക്? KG ശങ്കരപിള്ള. 55,555 രൂപ. ഇന്ത്യയിൽ നിർമ്മിച്ച ആണവ ശേഷിവാക്യം ശേഷിയുള്ള ആദ്യത്തെ മുങ്ങിക്കപ്പൽ? INS അരിഹന്ത്. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസ് കേന്ദ്രം? മലപ്പുറം. എമിറേറ്റ്സ് ഓഫ് ഷാർജയുമായി സഹകരിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്.
ഇന്ത്യയിൽ പ്രാദേശിക ഭാഷകൾ ആദ്യത്തെ ഇൻ്റർനെറ്റ് റേഡിയോ മലയാളം. ഇന്ത്യയിൽ ആദ്യ ഫ്രൂട്ട് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ ആനന്ദ്പൂർ ജില്ലയിൽ നിന്ന് വാഴപ്പഴം കയറ്റി അയച്ചു. പ്രഥമ കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഭുവനേശ്വർ, ഒഡീഷ. കയറ്റി അയച്ചത് മഹാരാഷ്ട്രയിലെ മുംബൈയിലേക്ക്. ഇന്ത്യൻ കരസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് തൽസേന ഭവൻ. ഐക്യരാഷ്ട്രസഭയുടെ പുതിയ സുസ്ഥിര സൂചി ഇന്ത്യയുടെ സ്ഥാനം 77. 2020 ഫെഡറേഷൻ കപ്പ് വോളിബോൾ വനിതാ വിഭാഗം കിരീടം കേരളം. ഇന്ത്യയിലെ ഫിറ്റ്നസ് ചലഞ്ച് ഏർപ്പെടുത്തിയ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ആനന്ദ് വിഹാർ സ്റ്റേഷൻ, ഡൽഹി. ഇന്ത്യൻ റെയിൽവേ പുറത്തിറങ്ങിയ നിർമ്മിത ബുദ്ധിയുള്ള ചാറ്റ് ബോട്ട് ആസ്ക് ദിശ. ഹിന്ദി ഭാഷയുമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ക്ഷയരോഗബാധിത കണ്ടെത്തുന്നുള്ള ലാറ്റന്റ് TB ഡിറ്റക്റ്റീവ് മാനേജ്മെന്റ് പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യ സന്ദർശിക്കുന്ന എത്രാമത് US പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്? 7. ലോകാരോഗ്യ സംഘടന ഇന്റർനാഷണൽ ഇയർ ഓഫ് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ് ആയി ആചരിച്ചത് 2020. സ്വന്തം ഇന്ത്യയിൽ ആദ്യമായി സന്ദർശനം നടത്തിയ US പ്രസിഡന്റ് ഡ്വൈറ്റ് ഐസൻഹോവറാണ്. ഇപ്പോഴത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ചന്ദ്രശേഖര കമ്പാർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ക്ലാസ് റൂം ലൈബ്രറി ജില്ല തിരുവനന്തപുരം. പ്രഭാവർമ്മയും മലയാള ഭാഷ കൺവീനർ, നിർവാഹക സമിതി അംഗം എന്നീ പദവികൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ വഹിക്കുന്നുണ്ട്. ഇന്ത്യയിൽ പുതിയ 6 ആണവ റിയാക്ടർ സ്ഥാപിക്കുന്ന നാളത്തെ അമേരിക്കൻ കമ്പനി വെസ്റ്റിംഗ് ഹൗസ്. പൊതു സ്വകാര്യ ഇടങ്ങളിൽ പീഡനത്തിന് ഇരയാക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും പരിഹാരവും നൽകാൻ വനിതാ ശിശുക്ഷേമ വകുപ്പ് ആരംഭിച്ച കേന്ദ്രം സഖി വൺ സ്റ്റോപ്പ് സെന്റർ. അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിൽ 100 മത്സരം കളിക്കുന്ന ആദ്യ താരം റോസ് ടൈലർ. നമസ്തേ ട്രംപ് പരിപാടിയുടെ വേദി അഹമ്മദാബാദ്. ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം വുമൺ ഇൻ സയൻസ്. 2020 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച റഷ്യൻ ടെന്നീസ് താരം മരിയ ഷറപ്പോവ. ഇന്ത്യയിൽ ഏറ്റവും അധികം ഭാഷകളിൽ ചിത്ര സംയോജനം നടത്തിയ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇടം നേടിയ വ്യക്തി ശ്രീകർ പ്രസാദ്. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി ലൈഫ് മിഷൻ. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ റെസ്റ്റോറന്റ് ഓൺ വീൽസ് നിലവിൽ വന്ന സ്റ്റേഷൻ അസൻസോൾ സ്റ്റേഷൻ. നബാർഡിന്റെ പുതിയ ചെയർമാൻ ചിന്താല ഗോവിന്ദ രാജലു. ഇന്ത്യയിൽ ഏകീകൃത വാഹന രജിസ്ട്രേഷൻ കാർഡ് പുറത്തിറക്കുന്ന ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന റിസർവ് ബാങ്കിന്റെ ഓംബുഡ്സ്മാനായി നിയമിതനായത് ജി രമേശ്. ഔഷധ മാലിന്യങ്ങളുടെ സംവരണത്തിന് സംസ്കരിക്കുന്നതിനുമുള്ള കേരള സർക്കാരിന്റെ പദ്ധതി പ്രൗഡ്. ഫുൾ ഫോം പ്രോഗ്രാം ഓൺ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് പ്രൗഡ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലാണ് ആരംഭിക്കുന്നത്. അടുത്തിടെ മന്ത്രിസഭ അംഗീകാരം നൽകിയ സറോഗസി ബിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാടക ഗർഭപാത്രം. ഓസ്കാർ ചരിത്രത്തിൽ ആദ്യമായി ഏത് വിദേശ ചിത്രമാണ് മികച്ച ചിത്രത്തിനുള്ള ബഹുമതി നേടിയത്? പാരസൈറ്റ്. 2020 കേരളത്തിൽ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ലയെ തിരഞ്ഞെടുക്കപ്പെട്ടത് എറണാകുളം. ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് കുടിശ്ശിക ഉൾപ്പെടെ പിരിഞ്ഞിട്ടാനുള്ള വസ്തുനികുതി, തൊഴിൽ നികുതി, ഫീസുകൾ എന്നിവ പിരിച്ചെടുത്ത് സമ്പൂർണ്ണ നികുതി സമാഹരണം നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ കരകൗശല മേളയായ സൂരജ് കുണ്ടമേള എപ്പോഴും നടക്കുന്നത് ഹരിയാനയിൽ തന്നെയാണ്. സൂരജ് കുണ്ട് മേളയാണ്, കുണ്ടമേളയല്ല. 2020 ഫെബ്രുവരി 1. മുൻ ധനമന്ത്രിയായിരുന്ന യശ്വന്ത് സിൻഹയുടെ ആത്മകഥ റിലന്റ്ലെസ്.
നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യയിൽ ആദ്യത്തെ ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വിമുക്ത വിമാനത്താവളം ഡൽഹി വിമാനത്താവളം. റോഡ് സുരക്ഷ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കിയ സംസ്ഥാനം കേരളം. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ഉയരം കൂടിയ പിയർ ബ്രിഡ്ജ് നിലവിൽ വരുന്നത് മണിപ്പൂർ. 2020 ലോക കുഷ്ഠരോഗ ദിനത്തിൻ്റെ സന്ദേശം: ലെപ്രോസി ഈസ് നോട്ട് വാട്ട് യു തിങ്ക്. 2020 മഡഗാസ്കറിൽ വീശിയടിച്ച ഡയാൻ ചുഴലിക്കാറ്റിൻ്റെ കെടുതികളിൽ സഹായമെത്തിക്കാൻ ഇന്ത്യൻ നാവികസേന നടത്തിയ ഓപ്പറേഷൻ വാനില ടു മഡഗാസ്കർ. 2020 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനപരേഡിൽ ഏറ്റവും നല്ല നിശ്ചല ദൃശ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആസാം സംസ്ഥാനത്ത് നിന്നും ലാൻഡ് ഓഫ് യൂണിക് ക്രാഫ്റ്റ്മാൻഷിപ്പ് ആൻഡ് കൾച്ചർ എന്ന നിശ്ചല ദൃശ്യം. പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് വിനോദ് കുമാർ ശുക്ല. ഹീസ് എ ഹിന്ദി റൈറ്റർ. അദ്ദേഹത്തിൻ്റെ ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്ന കൃതിക്കാണ് അവാർഡ്. ഇന്ത്യയുടെ പരോക്ഷ നികുതി ബോർഡിൻ്റെ ചെയർമാൻ എം അജിത് കുമാർ. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് ഡാക് കൗൺസിൽ. 2020 ടോക്കിയോ ഒളിമ്പിക്സ് ഇന്ത്യൻ സംഘത്തിന് ഗുഡ്വിൽ അംബാസിഡർ സൗരവ് ഗാംഗുലി. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് CBIC ചെയർമാനാണ് എം അജിത് കുമാർ. ഏഷ്യ പസഫിക് മേഖലയ്ക്ക് സെൻട്രൽ ബാങ്കർ ഓഫ് ദി ഇയർ 2020 ശക്തികാന്ത ദാസ്, കറന്റ് RBI ഗവർണർ. പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ദീപ മാലിക്. ഇന്ത്യയുടെ ആദ്യ വനിതാ പാരാലിമ്പിക് മെഡൽ ജേതാവാണ് ദീപ മാലിക്. 2019-20 ഇന്ത്യയുടെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യം. So thanks for watching. Please subscribe if you can.